എനിക്ക് ലൈലയ്ക്ക് പോയൊരു മുത്തം കൊടുക്കണം. ലൈലയുള്ളത് അങ്ങകലെ വേറെ ഏതോ ഒരു നാട്ടിൽ ഒരു കൊട്ടാരത്തിലാണുള്ളത്. ഈ നിസ്സാരനായ ഈ ഭ്രാന്തൻ എങ്ങനെ ആ കൊട്ടാരത്തിൽ എത്തിപ്പെടാനാണ്? മനുഷ്യൻ പ്രണയിക്കുന്നവർ എന്തു പറഞ്ഞാലും ചെയ്യും. അതുകൊണ്ടാണ് പ്രണയത്തിൻ്റെ ഉന്മാദാവസ്ഥയിൽ നീ എനിക്ക് വേണ്ടി മരിക്കുമോ, നീ എനിക്ക് വേണ്ടി എന്ത് ചെയ്യും എന്നൊക്കെ ചോദിക്കുന്നത്. അത് മരിക്കാൻ വേണ്ടിയല്ല, പക്ഷേ ഞാൻ നിനക്ക് വേണ്ടി മരിക്കും എന്ന ഉത്തരം കിട്ടിയാൽ ഈ പ്രണയിക്കുന്നയാളുടെ ഒരാശ്വാസം എത്ര വലുതാണ്. ഇതിനേക്കാൾ പ്രണയത്തിൻ്റെ ഉന്മാദം വരുന്ന സംസാരങ്ങളാണ് പ്രണയപ്പൊരുളായ റബ്ബ് നമ്മോടിങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കുന്നത്. അതിന് നമ്മിലൊന്നുമില്ലെന്നറിയണം, എല്ലാം നിൻ്റേതാണെന്നറിയണം, ആദ്യമേ മരിക്കണം. അപ്പോൾ പിന്നെ യഥാർത്ഥ മരണം നമുക്ക് അത്രയും സുന്ദരമായ ഒന്നായിരിക്കും. തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, തനിക്ക് നിരന്തരം സമ്മാനം കൊടുത്തയക്കുന്ന ഒരാളുടെ അടുത്തേക്ക് എത്താനുള്ള കൊതി എത്ര വലുതായിരിക്കും. നിന്നിലേക്ക് കാഴ്ചയും കേൾവിയും സംസാരവും ബോധവും ചലനവും ജീവനുമായി നിന്നിലേക്ക് സമ്മാനങ്ങൾ ഇങ്ങനെ പെയ്യിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ആ പ്രണയപ്പൊരുളിനെ കാണാനുള്ള യാത്രയല്ലാതെ വേറെ എന്താണ് മരണം? അപ്പോൾ പിന്നെ അതിനേക്കാൾ സുഖകരമായ ഒരു കാര്യം വേറെ ഏതാണുള്ളത്? കൊടുങ്കാട്ടിനുള്ളിലുള്ള ഒരു വിറക് കൊള്ളിയുടെ ഒരു മരക്കഷ്ണത്തിൻ്റെ കൊതി എനിക്ക് കൊട്ടാരത്തിലുള്ള ലൈലയുടെ കവിളിൽ ചുംബിക്കണമെന്നാണ്. എന്നാൽ തന്നിലുള്ളത് മുഴുവൻ കളഞ്ഞ്, തന്നിലുള്ള അഹങ്കാരത്തെ മുഴുവൻ ഇല്ലാതെയായപ്പോൾ ആ കൊള്ളിക്കഷ്ണം ഒരറാക്കായി മാറി. അങ്ങനെ പല്ല് തേക്കാൻ ഉപയോഗിക്കുന്ന അറാക്ക് നിങ്ങൾക്കറിയുന്നു. അറാക്കായി കഴിഞ്ഞപ്പോൾ പിന്നെ കവിളൊക്കെ വിട്ടിട്ട് ആ അറാക്കിനെ ലൈലയുടെ ചുണ്ടിനകത്തേക്ക് തന്നെ കയറിയിരിക്കാൻ പറ്റി. നിന്നിലുള്ളതിനെയൊക്കെയും നീ കളഞ്ഞു നോക്ക്, നീ ഒരു അറാക്കായി മാറി നോക്ക്. അറാഖ് എന്ന് പറഞ്ഞ അറബിയിൽ ഞാൻ നിന്നെ കാണുന്നു എന്നുകൂടി അർത്ഥമുണ്ട്. അവിടെയാകുന്നു പ്രണയ ദർശനം. കൊടുങ്കാട്ടിനുള്ളിലെ ആ കൊള്ളിക്കൊരുലാക്ക്, കൊടുങ്കാട്ടിനുള്ളിലെ ആ കൊള്ളിക്കൊരുലാക്ക്, ചുടുമുത്തം നൽകണം എനിക്കും ലൈലാക്ക്, ചുടുമുത്തം നൽകണം എനിക്കും ലൈലാക്ക്, കൊടുവാളാ ചുണ്ടം തുണ്ടം അരിഞ്ഞ തൂക്ക്, കൊടുവാളാ ചുണ്ടം തുണ്ടം